കൊച്ചിയും തിരുവമ്പാടിയും അതോടൊപ്പം തവന്നൂരും പറഞ്ഞ കേരളത്തിൻ്റെ ഒരു കഥയുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ ഇലക്ഷൻ ഫലം ആകെ മാറ്റിമറിച്ച ഒരു രാഷ്ട്രീയ ബോധത്തിൻ്റെ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിപ്പിച്ച് ലാഭം കൊയ്യാമെന്ന് വിചാരിച്ചവർക്ക് തിരിച്ചടി നൽകിയ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ചേർന്ന് നിൽക്കലിൻ്റെ ഒരു കഥ കൂടിയുണ്ട് ഈ 3 മണ്ഡലങ്ങളിലെ ഇലക്ഷൻ ഫലത്തിന്. കുറച്ചുകൂടി കൃത്യമായി നോക്കിയാൽ മുഴുവൻ മണ്ഡലങ്ങളും 100% UDF ജയിച്ച മണ്ഡലങ്ങൾ എറണാകുളം, വയനാട്, മലപ്പുറം, കോട്ടയം, ഇടുക്കി എന്നിവയാണ്. 100% എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഞാൻ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഫലം പൂർണ്ണമായില്ല എങ്കിലും ആ ഫലത്തിൻ്റെ ദിശ വെച്ച് ഞാൻ പറയുകയാണ്, 100% എത്തിയ മണ്ഡലങ്ങളാണ് ഈ മണ്ഡലങ്ങളൊക്കെയും, ഈ ജില്ലകളൊക്കെയും. ഈ ജില്ലകളുടെ ഒരു പ്രത്യേകത, ഒന്നെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഇതിൻ്റെ ഡോമിനേഷനുള്ള മേഖലകളാണ്. മലബാറിലെ കോഴിക്കോടും കാസർഗോഡുമൊക്കെ അതുപോലെ തന്നെ ഡോമിനേഷനുള്ള മേഖലകളാണ്. ഈ 2 വിഭാഗങ്ങളും ഇങ്ങനെ ചേർന്ന് ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ വോട്ട് ചെയ്യുമെന്ന് UDFൻ്റെ 2 എതിരാളികളും വിശ്വസിച്ചിരുന്നതേയില്ല. അവർ തമ്മിൽ സ്പ്ലിറ്റാവുന്ന, അവർ തമ്മിൽ ഭിന്നിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കടന്നു കയറാനാണ് രാഷ്ട്രീയമായി ഉന്നം വെച്ചത്. അതിന് ഏറ്റവും പാകമുള്ള ചില മണ്ഡലങ്ങളുടെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അതാണ്. അതിലൊന്നാണ് തിരുവമ്പാടി, മറ്റൊന്നാണ് തവന്നൂർ, മറ്റൊന്നാണ് കൊച്ചി. ഈ 3 മണ്ഡലങ്ങളും സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഈ മതപരമായ വിഭാഗങ്ങളുടെ മേധാവിത്വത്തിൻ്റെയും വ്യത്യസ്തമായ ഒരു കഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്. മുൻകാലങ്ങളിൽ അവിടെ മത്സരിക്കുമ്പോൾ എല്ലാവരും പറയും, നേരത്തെയോ മറ്റോ 1-2 തവണ ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചതൊഴിച്ചാൽ തിരുവമ്പാടിയിൽ ഒരിക്കലും ഒരു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുമുന്നണിയോടൊപ്പം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾ സവിശേഷമായി അവർക്ക് തിരിഞ്ഞ് വോട്ട് ചെയ്യും എന്ന ഒരു സംഗതി. അതുപോലെയാണ് കൊച്ചിയിലേക്ക് ഷിയാസിനെ നിയോഗിച്ചപ്പോഴും. അവിടെ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് മാത്രമാണ് മുസ്ലിം പോപ്പുലേഷൻ, മഹാഭൂരിപക്ഷവും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരാണ്. അവിടെ ചേർന്നൊരാളല്ല ഷിയാസ് എന്ന് എല്ലാവരും വിലയിരുത്തിയത് ഷിയാസിൻ്റെ ചേർച്ചക്കുറവ് കൊണ്ടല്ല, മറിച്ച് ഇന്നത്തെ ഈ മതസാമൂഹിക സംഘടനകളുടെ ബന്ധങ്ങളിൽ നിന്ന് തിരിച്ചറിയാവുന്ന ചില സമവാക്യങ്ങളിലൂടെയാണ് അങ്ങനെ എത്തിയത്. അതുപോലെ തന്നെയാണ് തവന്നൂരും കണ്ടത്. അള്ളാഹുവും റസൂലും കിതാബും കാണാപ്പാടം പഠിച്ച് വേദികളിൽ കടുവ് വറുക്കുന്നത് പോലെ പൊട്ടിച്ച് പ്രസംഗിക്കുന്ന KT ജലീലിൻ്റെ തവന്നൂരിൽ അങ്ങനെ ഒരു വിജയം എങ്ങനെ ജോയിക്ക് സാധ്യമാകും എന്നാണ് എല്ലാവരും സംശയിച്ചത്. പക്ഷേ ഇതെല്ലാം കേരളത്തിൽ സാധ്യമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. തിരുവമ്പാടിയും കൊച്ചിയും തവന്നൂരും വിധി എഴുതിയത് അങ്ങനെയാണ്. എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിലെ ആളുകൾ മന്ത്രിമാരാകുന്ന ഒരു ഭരണം ഒരിക്കലും ക്രിസ്ത്യാനികൾ ഇഷ്ടപ്പെടില്ലെന്നും അതുകൊണ്ട് ക്രിസ്ത്യാനികളെല്ലാവരും കൂടി തിരിഞ്ഞോട്ട് ചെയ്തും മറിഞ്ഞോട്ട് ചെയ്തും UDFനെ ഇനിയും എറിഞ്ഞിടുമെന്ന കുൽസിത ചിന്തകളെല്ലാം അപ്പാടെ തകർത്ത് കളയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അവിടെയാണ് ഈ തിളങ്ങുന്ന വിജയവുമായി UDF അധികാരത്തിലേക്കെത്തുന്നത്. വ്യത്യസ്ത സാമൂഹിക മതമേലധ്യക്ഷന്മാർ എന്തെല്ലാം ന്യായം പറഞ്ഞാലും അനുഭവിക്കുന്ന ജനങ്ങൾ തിരിഞ്ഞു നിന്ന് വോട്ട് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മണ്ഡലങ്ങളിൽ എല്ലാം കണ്ടത്. അവിടെയെല്ലാം കൃത്യമായ ജനവിധി ആഞ്ഞടിച്ചപ്പോൾ കടപുഴകി വീണത് വലിയ വൻമരങ്ങളാണ്. എന്നുവെച്ചാൽ മതത്തിൻ്റെയും വർഗീയതയുടെയും ജാതീയതയുടെയും ഒക്കെ വിഭിന്ന ഭാവങ്ങൾ ജനങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ മനോഹരമായി വോട്ട് ചെയ്ത് അതെല്ലാം ഇല്ലാതാക്കി എന്നതാണ് ഈ ഫലത്തിൻ്റെ പ്രത്യേകത.